ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ബാംഗ്ലൂരിൽ നിന്നും ഒരു പൂജയുടെ ആവശ്യാർത്ഥം ഫോണിൽ വിളിച്ചപ്പോൾ പൂജാരി മോശമായി സംസാരിച്ചു. വ്യക്തമായിട്ട് വീഡിയോ കോളിൽ വന്നു നിന്നിട്ടില്ല എങ്കിൽ നിന്റെ മക്കൾക്ക് അപകടം സംഭവിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ആ ഫോൺ കോൾ കേട്ടിരുന്നു. വേറൊരു ഫോണിന് ഓൺ ചെയ്ത് വെച്ചാൽ അതിലേക്ക് അത് റെക്കോർഡ് ആയിക്കോളും. ശബ്ദം മാത്രം റെക്കോർഡായിട്ട് കിട്ടും. ദേവസ്ഥാന ക്ഷേത്ര പൂജാരി പൂജ ആവശ്യാർത്ഥം ഒരു സ്ത്രീയോട് ഫോണിൽ കൂടെ മോശമായി സംസാരിച്ചു എന്നും അവരെ കൂടെ ലോഡ്ജിലേക്ക് വിളിച്ചു എന്നുമാണ് ഇപ്പോൾ പറയുന്നത്. ഒരു ഫോൺ കോളിലൂടെ ഒരാള് പൂജ ആവശ്യത്തിന് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് അവരെ കൂടെ ഹോട്ടലിലേക്ക് ക്ഷണിക്കുക? ഒരു പരിചയവുമില്ലാത്ത ഒരു പൂജാരി അങ്ങനെ വിളിച്ച് സംസാരിക്കുമ്പോൾ മറുഭാഗത്ത് സംസാരിക്കുന്ന സ്ത്രീയായ വ്യക്തി പറയുന്നത് അവരെ പലതവണ ഇതേപോലെ കബളിപ്പിച്ചു എന്നും കുറെ കാശ് കൈക്കലാക്കി എന്നുമൊക്കെയാണ് ക്ഷേത്രത്തിലേക്കുള്ള പൂജയ്ക്കും വഴിപാടിനുമായിട്ട് വരുന്നത്. ആ ഫോൺ സംഭാഷണത്തിൽ പറയുന്നത് അവരുടെ കൂടെ അവരുടെ ഒരു കൂട്ടുകാരി കൂടെ കാണും എന്നാണ് ഫോൺ സംഭാഷണത്തിൽ കേട്ടത്. ഈ പൂജാരി ഈ സ്ത്രീയുടെ കൂടെ ലോഡ്ജിലേക്ക് പോകുക. ആ ഫോണിൻ്റെ സംഭാഷണത്തിൽ പറയുന്നത് കൂടെ ആരാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു. അപ്പോൾ കൂടെ ഒരാളുണ്ട്. ആ ആള് അവളുടെ കൂട്ടുകാരി ഉണ്ടാവുമെന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച വൈകുന്നേരം പുറപ്പെട്ട് ശനിയാഴ്ച രാവിലെ തൃശ്ശൂരിൽ എത്തും എന്നാണ് പറഞ്ഞത്. അതായത് റെയിൽവേ സ്റ്റേഷനിൽ എത്തുമെന്ന് ആ സ്ത്രീ പറയുന്നുണ്ട്. അങ്ങനെ തൃശ്ശൂരിൽ ശനിയാഴ്ച രാവിലെ എത്തിക്കഴിഞ്ഞാൽ നേരെ ക്ഷേത്രത്തിലേക്ക് പോകും. ക്ഷേത്രത്തിലേക്ക് വന്നിട്ട് വൈകുന്നേരം നമുക്ക് കാണാം. വെള്ളിയാഴ്ച പുറപ്പെട്ട് ശനിയാഴ്ച രാവിലെ ക്ഷേത്രത്തിലെത്തി പൂജാ കാര്യങ്ങളിൽ പങ്കെടുത്തിട്ട് ശനിയാഴ്ച രാത്രി തന്നെ തിരിച്ചു പോകുന്നു എന്നാണ് അവരുടെ സംഭാഷണത്തിൽ മനസ്സിലായത്. ഫോണിൽ സംസാരിച്ച സ്ത്രീയോടൊപ്പം പൂജാരിക്ക് 1 മണിക്കൂർ ചെലവഴിക്കാൻ. എല്ലാ ക്ഷേത്രങ്ങളിലും ദൈവത്തെ പൂജിക്കുന്നുണ്ട്. എല്ലാവർക്കും ഓരോ തരത്തിലുള്ള വിശ്വാസങ്ങളായിരിക്കും. ദൈവത്തിനെ മനസ്സിൽ വിചാരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ഒരു ക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിക്കേണ്ടതോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ വിശ്വാസം എന്നതിനെ ചൂഷണം ചെയ്യുകയും ആ വിശ്വാസത്തെ കളങ്കപ്പെടുത്തുകയുമാണ് ഇപ്പോൾ ആ ഫോൺ കോളിലൂടെ മനസ്സിലാക്കാൻ പറ്റിയത്. വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് ഈ പറഞ്ഞ കാര്യം കേട്ടാൽ മനസ്സിലാവുള്ളൂ. അല്ലാത്തവർക്ക് ഇത് മനസ്സിലാവില്ല. കുടുംബക്ഷേത്രം എന്ന് പറയുമ്പം അവിടെ പലതരത്തിലുള്ള പൂജകളുണ്ടാകും, ഉത്സവങ്ങളുണ്ടാകും, എല്ലാം ഉണ്ട്. പലരും അതിന് ദൂരെ നിന്നുള്ളവരാണ് അധികം വരുന്നത്. ചില കുടുംബക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളൊന്നും തന്നെ ഈ കുടുംബക്ഷേത്രത്തിൽ പോകാറൊന്നുമില്ല. ദേവസ്ഥാന ക്ഷേത്രത്തിന്റെ ചുറ്റിലുമുള്ള അവിടെ അടുത്തുള്ള ആളുകളുടെയൊക്കെ കമന്റ് വായിച്ചു ഞാൻ. അതിൽ പറയുന്നത് ഞങ്ങളൊന്നും ആ ക്ഷേത്രത്തിൽ പോകാറില്ല എന്നാണ്. അവിടെ വരുന്നതെല്ലാം ദൂരെ നിന്നുള്ള ആളുകളാണ് അവിടെ വരുന്നത് എന്നാണ് പറയുന്നത്. കേരളത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലും കർണാടകയിലും ഉണ്ട്. പൂജയ്ക്ക് വരിക എന്നതിൻ്റെ പേരിൽ ഒരു തവണ വന്ന് ഒരു പൂജാരിയുമായിട്ട് പൂജയുടെ കാര്യങ്ങൾ സംസാരിച്ച് പോയിട്ട് അവിടെ നിന്ന് ഇന്ന ദിവസം പൂജയ്ക്ക് ഞാൻ വരണുണ്ട് എന്ന് പറയാൻ, ഇത്ര മണിക്ക് എത്തും എന്ന് പറയാൻ വിളിച്ചാൽ അതുമാത്രം സംസാരിച്ച് ഫോൺ കട്ട് ചെയ്താൽ മതി. മറുഭാഗത്തുള്ള ആളോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ നമുക്ക് താല്പര്യമില്ല എങ്കിൽ ആ നമ്പർ ബ്ലോക്ക് ചെയ്യുക. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിലും ക്ഷേത്രങ്ങളുണ്ട്, അവിടെയും ആകാം. പിന്നെ പെരിങ്ങോട്ടുകുറിച്ച് തന്നെ തിരഞ്ഞെടുത്ത് അവിടെ വന്ന് ഒരു തവണ കണ്ട ഒരാളുടെ അടുത്ത് ഇതേപോലെ സംസാരിക്കാൻ പറ്റില്ല. തമിഴ് സംസാരിക്കുമ്പം അത് മലയാളം സംസാരിക്കുന്ന പൂജാരിക്ക് മനസ്സിലാകും. ഞങ്ങളൊക്കെ തമിഴും മലയാളവും ഒക്കെ പറയുന്ന ആളുകളായതുകൊണ്ട് ഞങ്ങൾക്കും മനസ്സിലാകും. ഇപ്പം തമിഴ് മനസ്സിലാക്കാൻ ഒരുപാട് തമിഴ് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പലതവണ തമിഴ് സംസാരിക്കുന്ന ആളുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നത് കേട്ട് മനസ്സിലാക്കിയാൽ അവർ പറയുന്നത് എന്താണെന്ന് നമുക്കും മനസ്സിലാക്കാൻ പറ്റും. കാണപ്പെട്ട ദൈവം എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. മാതാവാണ് 1-ാം സ്ഥാനത്ത്. മാതാവാണ് കാണപ്പെട്ട ദൈവം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ. ഇത് ഒരു എല്ലാവരുടെയും അടക്കി പറയുന്നതല്ല, മറ്റുള്ളവരെ മോശമാക്കി പറയുന്നതൊന്നുമല്ല. അതിൻ്റെ അപ്പുറത്താണ് ബാക്കി എല്ലാ ദൈവങ്ങളും ഉള്ളത്. അമ്മ കഴിഞ്ഞേ ഉള്ളൂ ബാക്കി എല്ലാ ദൈവങ്ങളും.
തമിഴ്നാട്ടിൽ നിന്നും കന്നഡയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെയുള്ള ഭക്തരാണ് വന്നിട്ട് ഇവിടെ പണം ചെലവഴിച്ചിട്ട് പൂജ നടത്തുന്നവരുണ്ട്. അതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളും സ്വാതന്ത്ര്യവുമാണ്. അതിനൊന്നും ഇവിടെ ആരും എതിരല്ല. ഈ അമ്പല പൂജാരി ആ ഭക്തയുടെ അമ്മാവനും ചിറ്റപ്പനും ഇളയച്ചനും ഒന്നും അല്ലല്ലോ നീട്ടി നീട്ടി സംസാരിച്ച് പോകാൻ. ഒരു പൂജാരി എന്തിനാണ് അമ്പലത്തിൽ പൂജാവിധികളെല്ലാം പഠിച്ച ഒരാളെയാണ് പൂജാരിയായിട്ട് അമ്പലത്തിൽ നിയമിക്കുന്നത്. പണ്ടെല്ലാവരും ക്ഷത്രിയരും ബ്രാഹ്മണരും മലയാളി നമ്പൂതിരിമാരും ഒക്കെ ആയിരുന്നെങ്കിൽ പൂജാവിധികൾ പഠിച്ച ആർക്കും അമ്പലങ്ങളിൽ പൂജ ചെയ്യാം. 1000-ന്റെ തന്നെ 10,000 രൂപയും 10,000-ന്റെ 1,00,000 രൂപയും ഈടാക്കിക്കൊണ്ട് പല ക്ഷേത്രങ്ങളിലും പൂജകൾ നടത്തുന്നുണ്ട്. പണമുള്ളവൻ കൂടുതൽ പണം കൊടുത്ത് ചെയ്യട്ടെ. അതിൻ്റെ മറവിൽ നടത്തുന്ന ഈ വളരെ വളരെ മ്ലേച്ഛമായ രീതിയിലുള്ള ഫോൺ സംഭാഷണങ്ങളും. പള്ളികളിൽ പോയാൽ നമ്മൾ പള്ളിയിൽ അച്ഛന്മാർക്കൊരു വേഷമുണ്ട്. മുസ്ലിം പള്ളിയിൽ പോയാൽ അവിടുത്തെ മൊയ്ലിയാന്മാരിടുന്ന വേഷമുണ്ട്. ഹിന്ദു ക്ഷേത്രങ്ങളിലാണെങ്കിൽ നമുക്ക് മുണ്ടും നേരിയതും ഇടും. ഒരു പൂണൂലുണ്ടാകും. പൂജാവിധി പഠിച്ച ഒരു പൂജാരിക്ക് പൂണൂലുണ്ടാകും. എല്ലാം തെളിഞ്ഞു വരട്ടെ. അതുവരെ നമുക്കെല്ലാം കണ്ടും കേട്ടും ഇരിക്കാം.